സാധാരണ രീതിയെക്കാട്ടിലും ഒന്ന് വെറൈറ്റി ആയിട്ടാണ് ഇന്ന് ഈ അച്ചാർ തയ്യാറാക്കിയിരിക്കുന്നത്. മെജോറിറ്റി ആൾക്കാർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി വീഡിയോ. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഇവിടെ 10 മാങ്ങ എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് വെളുത്ത മൂവാണ്ടനാണ്. ഇനി ഇത് നമുക്ക് കുറച്ച് വലുപ്പമുള്ള വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒന്നിങ്ങനെ എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് പരത്തിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇനി ഈ മാങ്ങയിലേക്ക് നമ്മൾ കുറച്ച് അധികം തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒറ്റ ദിവസം ഒന്ന് വെയിൽ ഒളിച്ചെടുക്കുന്നുണ്ട്. ഒറ്റ ദിവസത്തെ വെയിൽ മാത്രം മതി കേട്ടോ, ഒരുപാട് വെച്ചൊന്നും വാടിയെടുക്കണ്ട. രാവിലെ വെയിൽ ഉദിച്ച സമയത്ത് വെച്ചിട്ട് 5 മണിയാകുമ്പോൾ എടുത്ത ഈ ഒരു രീതിയിലാണ് നമ്മൾ അച്ചാറിടാൻ പോകുന്നത്. ഇനി ഞാനിവിടെ 2 വലിയ ബൾബ് വെളുത്തുള്ളിയും അതിൻ്റെ പകുതി ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചതാണ്. നമുക്കിതൊന്ന് ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റ് പോലെ ആക്കാതെ ഈ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാൻ. ഇനി കുറച്ച് വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലെണ്ണ തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കാം. ഈ ഒരു മിക്സിങ്ങിലാണ് നമ്മൾ അച്ചാറിൻ്റെ ടേസ്റ്റ് കിടക്കുന്നത് കേട്ടോ. ഇതിൽ കാണുന്ന പോലെ ഗോൾഡ് കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി കുറച്ച് അധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 6 പച്ചമുളകും 5 ഉണക്കമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതും കൂടെ ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ സാധാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടിയിട്ട് സമാസമം എടുത്തതാണ്. കൂടെ 2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സുർക്ക ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പോളം സുർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അച്ചാറിന് നിങ്ങൾക്ക് വേണ്ട തിക്നെസ് അനുസരിച്ചിട്ട് ഇതിൻ്റെ സുർക്കയുടെ അളവ് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ആ ഒരു സമയത്ത് നമ്മൾ മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് കൊടുത്ത ശേഷം 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. മാങ്ങ ഉണക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിലധികം ഉപ്പ് ഇട്ടുകൊണ്ട് ഈ ഒരു സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരു 2 ടീസ്പൂണോളം ഉലുവ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 2 ടീസ്പൂണോളം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിടക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മൂടി വെച്ചിട്ട് വേവിക്കാനൊന്നും വെക്കണ്ട. മാങ്ങ അധികം വെന്തുടഞ്ഞ് പോവും വേണ്ട കേട്ടോ. അച്ചാർ ഇവിടെ റെഡിയാണ്. ഇനി ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സുർക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. മാങ്ങ നന്നായിട്ട് വെയിൽ ഒളിച്ച് ഉണക്കി എടുത്തിട്ട് അച്ചാർ ഇടുന്നതിനെക്കാട്ടും ടേസ്റ്റാണ് ഒന്ന് ചെറുതായിട്ട് വാടിയിട്ട് അച്ചാർ ഇടുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. സീരിയസ്ലി നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.